ഗൈസ് അപ്പോൾ ഇത് എണീറ്റിട്ടുണ്ട്. നേരത്തെ കാലത്തൊക്കെ ഞാൻ എണീറ്റിട്ടുണ്ട്. പിള്ളേർ സെറ്റ് ആയിട്ടില്ല കേട്ടോ. പിള്ളേർ സെറ്റ് ഇപ്പോഴും ഉറങ്ങ തന്നെയാണ്. ചേച്ചി എളി ജെയിംസ് ഏട്ടോയ് ഇങ്ങനെ നോക്ക് അപ്പുറം. അപ്പോൾ അതെ ഞങ്ങളെല്ലാവരും ഏറ്റിട്ടുണ്ട്. നമുക്ക് വല്ല കാപ്പിയോ ചായ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള പരിപാടി നോക്കണം. ഇപ്പോൾ ഒരു 6:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ഫ്രഷായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ദേ നമ്മുടെ റൂമിൽ കാപ്പി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി വേഗം കാപ്പി ഒന്ന് കുടിക്കാം. വേറെ പരിപാടി താഴെ ഉണ്ടല്ലോ, അതായത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ താഴെയുണ്ട്. ഇത് നമുക്ക് തട്ടിക്കൂട്ടലൊരു കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. എല്ലാം അവിടെ തന്നെ ഉണ്ട്. പൗഡറും കോഫി പൗഡറും മിൽക്ക് പൗഡറും അതുപോലെ തന്നെ കെറ്റിലും വാട്ടറും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പം നൈസായിട്ടൊരു കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ നോക്കിക്കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നല്ല സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട്, കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നുണ്ട്. ഇത് വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇത് ഫുൾ ചില്ലാണ്, ഒരു സൈഡ് മൊത്തം. അപ്പം അതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കിട്ടില്ല കാഴ്ച കാണാം. ഒരു 6:45 നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ ചെറുതിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മളിങ്ങനെ വരച്ച് പിടിക്കില്ലേ, മലനിര, അതിൻ്റെ ഇടയിൽ ഒരു സൂര്യൻ, പിന്നെ മൊത്തം പച്ചപ്പ് അല്ലെങ്കിൽ വെള്ളമൊക്കെ. ഇവിടെ മൊത്തം പച്ചപ്പ്, അതിൻ്റെ നടുക്കിൽ മലനിര, അതിൻ്റെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിക്കുക. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഇതിനും വലിയ കാഴ്ച രാവിലെ തന്നെ കാണാനായിട്ട് ഭാഗ്യം കിട്ടാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ അല്ലേ? എത്രയോ പേര് ഉറങ്ങി കിടക്കുമ്പോൾ തന്നെ കണ്ണു തുറക്കാൻ പറ്റാണ്ട് ഇതാവണം. നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ കാണാനുള്ള യോഗം ഉണ്ടല്ലോ. ഇത് തമ്പുരാന് നന്ദി. അപ്പോൾ ഇതേ നമ്മുടെ ജെയിംസ് ഏട്ടൻ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരും കുളിച്ച് സുന്ദര കുട്ടപ്പയായിട്ടുണ്ട്. ഞാൻ മാത്രമാണ് ഇങ്ങനെ കുളിക്കാണ്ട് നിൽക്കണത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കുളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഫ്രഷ് ആവാന്ന് വിചാരിച്ചു. ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഫുൾ AC, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മാറിക്കൊണ്ടിരിക്കണം. അവരൊക്കെ കുളിച്ച്, ഞാൻ കുളിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഭാഗ്യം ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് പിടിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു ജോഡി ഡ്രസ്സ് എവിടെ നിന്നല്ലേ, വേറെ എവിടെയില്ല. നമ്മൾ ചായ കുടിക്കാനല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എവിടെയെങ്കിലും നമ്മൾ സ്റ്റേ ഉണ്ടാവിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇന്നെന്തെങ്കിലും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. എവിടെ ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞാലും നമ്മുടെ വണ്ടിയിൽ ഒരു സെറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടാവും. കാരണം എപ്പോഴാ തീരുമാനം മാറാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നലെ സെറ്റാക്കിയ കാരണം പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്ന് ഫ്രഷ് ആവുള്ളൂ. അപ്പോൾ ജസ്റ്റ് നല്ല ഫ്രഷ് ലുക്കൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രക്ഷയില്ലാത്ത അടാറ് ഐറ്റംസാണ് കേട്ടോ. ഇത് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഹെവി ആയിരിക്കും. പക്ഷെ എനിക്കൊന്നും തിന്നാൻ പറ്റില്ല എന്നുള്ള ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്, വേറെ ഒന്നല്ല. എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ താഴോട്ട് ഇറങ്ങാൻ നിൽക്കണ നേരത്ത് ഞാൻ നൈസായിട്ട് TV-യിൽ കയറി എന്താ പറയുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പഠിച്ച പണി പതിട്ട് നോക്കിയിട്ട് പറ്റിയില്ല. അവസാനം ഞാൻ ഒരു വിധത്തിൽ അങ്ങോട്ട് തപ്പിപ്പിടിച്ച് ഒപ്പിച്ച്. അപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ പേരിൽ വേറെ ചാനലുണ്ടല്ലേ, അതും ഒരു ഇംഗ്ലീഷ്കാരി. അപ്പോൾ ഞാനതൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ സെറ്റപ്പാക്കി കൊടുത്തു ഗൈസ്. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ. അവിടെയൊക്കെ ഞാൻ തുറന്ന് പപ്പടം പരിയാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പടം നയിക്കുന്ന കുതിരയെ പോലെ ആദ്യം ഞാനവിടെ പോകുന്നത്, എൻ്റെ പിന്നാലെ അവർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലിഫ്റ്റ്. എല്ലാവരും ഞങ്ങളുണ്ട്. ഇവിടെ തലം മര്യാദക്ക് അപ്പൊ അതിന്റെ സാമർത്ഥ്യം നോക്ക്. അപ്പോൾ ഇതേ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി താഴെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിലോട്ട്. അപ്പോൾ അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ കറക്റ്റ് നമ്മുടെ റൂം നമ്പറും കാര്യങ്ങളൊക്കെ എത്ര പേരുണ്ടെന്നൊക്കെ അവിടെ കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് വിടുക. എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഞാൻ അകത്ത് കയറി ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, കാരണം നല്ല തിരക്കുണ്ട്. ഞാൻ ഇതുവരെ വന്നതിൽ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത്യാവശ്യം കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. പിന്നെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് പറയണം കേട്ടോ. കോംപ്ലിമെൻ്ററി ആയിട്ട് പോലും ഒരു പിശുക്കും ഒന്നുമില്ലാണ്ട് എന്താ പറയുക, ലാവിഷാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ.
അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ അല്ല കേട്ടോ, എളിക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിൽ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നോൺ വെജ് ആയിക്കോട്ടെ, വെജ് ആയിക്കോട്ടെ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എല്ലാം ബ്രേക്ക്ഫാസ്റ്റിനോട് അവൈലബിൾ ആണ് കേട്ടോ. അതും ഒരു വിശപ്പില്ല, കഴിയുന്നതിനനുസരിച്ച് വന്ന് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും എല്ലാം. അതുപോലെ തന്നെ ലൈവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ദോശ, അപ്പം എല്ലാം ഉണ്ട് കേട്ടോ. കിട്ടിലനാണ്, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഒരു രക്ഷയില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല തിരക്കുണ്ട്. അതായത് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിത് കഴിച്ച് ഏകദേശം ആയിട്ടുണ്ട്. വൈൻഡപ്പ് ചെയ്ത് നമ്മളവിടെ നിന്ന് എണീക്കാനായിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ബിഗ് ബോസിൽ അപ്സര, ഇഷാനി, അഭിഷേകൊക്കെ. ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ ആരതിപ്പൊടിനെയും കണ്ട്. ഇവിടെ ഇപ്രാവശ്യം വന്നിട്ട് കുറേ സെലിബ്രിറ്റീസിനെ ഞങ്ങൾ കണ്ടു. അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിലോട്ട് പോയി. അപ്പോൾ ഇവിടെ 2 കുഞ്ഞുവാവകൾ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുമാണ്. അപ്പോൾ ഗൈസ് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. കുറച്ച് പയ്യന്മാർ, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പയ്യന്മാരാണ് കേട്ടോ. അവരൊക്കെ നിന്ന് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അതേ നമ്മൾ പൂളിലോട്ട് നേരെ ഇറങ്ങുകയാണ്. എല്ലാവരും ഫുൾ സെറ്റപ്പിലാണ് വന്നേക്കുന്നത് കേട്ടോ. അതായത് സ്വിമ്മിങ് സ്യൂട്ടും അതുപോലെ ക്യാപ്പും, നമ്മുടെ പിള്ളേർ സെറ്റാണെങ്കിലും ക്യാപ്പും അതുപോലെ തന്നെ സ്വിമ്മിങ് ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ ഊഞ്ഞാൽ പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഞങ്ങളും ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. എനിക്കാണെങ്കിൽ പേടി വണ്ടാരെങ്ങാനും പൊട്ടി വീഴാണോ. അപ്പോൾ തൊട്ടപ്പുറത്ത് ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് പോലെ ആക്കി വെച്ചേക്കാണ്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് എവിടെയാണ് നമ്മുടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഉണ്ട്. പിന്നെ പിള്ളേർ സെറ്റൊക്കെ ഇരുന്ന് ആടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ഇട്ട ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വെച്ച് സെൽഫിയും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഊഞ്ഞാലാട്ടം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി അവിടെ നിന്നിട്ട് ജസ്റ്റ് ആ ഒരു മിററിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ കുളിച്ച് സുന്ദര കുട്ടിയപ്പിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെ കാണിച്ചു തരാം. ബിഗ് ബോസിൽ തന്നെ ഒരാളാണ് ഞാൻ. പുള്ളിക്കാരുടെ വീഡിയോസ് കണ്ട് ചിരിച്ചിരിച്ച് ഉപ്പാടളകിണ്ട്, കേട്ടപ്പൊക്കെ ചിരിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പുള്ളിക്കാരിനെ കാണണമെന്ന്. നമ്മുടെ തൊട്ടപ്പുറത്തെ ബ്ലോക്കിലാണ് കേട്ടോ പുള്ളിക്കാരി ഉള്ളത്. അപ്പോൾ ഞാൻ നൈസായിട്ട് കാണിച്ചു തരാം ആരോന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്. പറക്കാടിനോട് ടാറ്റാ ബൈ ബൈ പറയാണ്. അപ്പോൾ എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞോ. ടാറ്റാ കാലത്തൊന്നും കഴിച്ചില്ലേ അങ്ങോട്ട് പറയണ്ടേ. അപ്പൊ നമ്മൾ ജെയിംസടാ ഇവിടെ ചേച്ചി എളി സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടെ കിട്ടിലൻ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ പറക്കാട്ട് ജ്വല്ലേഴ്സിൻ്റെ അവരുടെ അറിയാമല്ലോ. അപ്പോൾ അവരുടെ കുറേ ഇങ്ങനെ എന്താ പറയുക കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിൽവറിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടി കുട്ടി എന്താ പറയുക വിഗ്രഹങ്ങൾ. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഗണപതിയുടെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നമ്മളവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറയാൻ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പറക്കാട്ടുനിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാൻമണീനെ കാണാൻ പറ്റിയില്ല. ഞാൻ കണ്ടു, പക്ഷേ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല. കാരണം പുള്ളിക്കാരി എണീറ്റ് വന്നിട്ടുള്ള ഒരു കോലത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ചോദിക്കാനുള്ള വോയിസില്ലല്ലോ. കാരണം പുള്ളിക്കാരി ആകെ കച്ചറ ഇതായിട്ടാണ് നിൽക്കുന്നത്. നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റി, പക്ഷെ നിങ്ങൾക്ക് കാണിക്കാനായിട്ടുള്ള വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. പുള്ളിക്കാരി നല്ല എന്താ പറയുക ടയേർഡാണ്. ഇന്നലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് ശരിക്കും ബിഗ് ബോസിൽ കാണുന്ന പോലെ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. നല്ല എന്താ പറയുക കാണാൻ പറ്റിയ എന്തായാലും പുള്ളിക്കാരീനെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. സോ സാറില്ലേ ഗൈസ്, നമുക്ക് വേറെ എപ്പോഴെങ്കിലും സെറ്റാക്കാം. അതേ നമ്മൾ പറക്കാട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്നുള്ള പിടിയൊന്നും ഇല്ല. ഭൂമി ഇങ്ങനെ പരന്നതാണല്ലോ, ഇങ്ങനെ പോവന്നെ. എവിടെയെങ്കിലൊക്കെ വെച്ച് നിർത്തി എന്തെങ്കിലുമൊക്കെ. അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങടാ? ചായക്കട ബെസ്റ്റ്. നാളെ കോളേജ് സ്കൂളൊക്കെ തുറക്കും. അതേ നല്ല ക്യാമ്പ് നോയിലാ. അയ്യോ വേണ്ട ചേട്ടാ. നല്ല ചൂട് പുറത്തുണ്ടെങ്കിലും നല്ല എന്താ പറയുക തണുത്ത കാറ്റാണ് കേട്ടോ. നല്ല രണ്ടും കൂടി മിക്സിങ് ആയിട്ടുള്ള ഒരു വെതറാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം
വെക്കേഷൻ എന്തായാലും കഴിയാണല്ലോ, അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തിരക്കില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറുന്നത്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സമയം നമ്മൾ ബ്ലോക്കിൽ അങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നിർത്തിയേക്കാണ്. അപ്പോൾ നമ്മുടെ മൂന്നാറിലുള്ള തന്നെ നമ്മുടെ അലിബാബയിലാണ് നമ്മൾ പോകണത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവിടെയും പോകാറുണ്ട്. അപ്പോൾ അലിബാബയിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ, നമ്മളൊരു സീറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കണം, നല്ല തിരക്കും കാര്യങ്ങളുള്ളതാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പഴയ മൂന്നാറിലുള്ള അലിബാബയിലോട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല റഷാണ്, നല്ല രീതിക്കുള്ള തിരക്കാണ്. നമ്മൾ ഒരു 10-15 മിനിറ്റ് നിന്നു, എന്നിട്ട് നമ്മൾ എൻ്റർ ആയി കേട്ടോ. കാരണം നല്ല തിരക്കുണ്ട്. അപ്പം സീറ്റും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി അനുസരിച്ച് അത് നമ്മളെ വിളിക്കും. അപ്പോൾ അതേ നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, ഇനിയിപ്പം അതൊക്കെ ചെയ്യണം. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് ബിരിയാണിയും അതുപോലെ ചിക്കൻ്റെ സംഭവം മാത്രം കഴിച്ചുള്ളൂ. വളരെ ലൈറ്റായിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് പഴയ മൂന്നാറിൽ ഇവിടെ കുറേ പ്രാവിനൊക്കെ കാണാറില്ല. ഈ പ്രാവശ്യം പ്രാവിനൊന്നും കണ്ടൊന്നുമില്ല. അതിനതേ നമ്മൾ തിരിച്ചിങ്ങനെ പോവാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂന്നാറൊക്കെ കഴിഞ്ഞു, ടാറ്റ ബൈ ബൈ പറഞ്ഞതേ നമ്മൾ ഇരുമ്പ് പാലമായിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ്. നമ്മളൊന്ന് വണ്ടി നിർത്തിയൊന്ന് എണീറ്റ് നിവർന്ന് നിൽക്കാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് നിർത്തിയപ്പോൾ അവിടെ നിറച്ച് കുരങ്ങന്മാരാണ്. അപ്പോൾ അതേ ഇപ്പുറത്തെ സൈഡിലോട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാഴ്ച മുന്നേ ഭയങ്കര കാട്ടാനശല്യമൊക്കെ ആയിരുന്നെന്നാണ് പറഞ്ഞത്. നമ്മൾ ചായ കുടിക്കാൻ കയറി കൊടുത്ത്. അപ്പോൾ നമുക്ക് ഭാഗ്യമില്ല കാണാൻ. പറച്ചിലേട്ടാതൊന്നും കാട്ടാനെ കാണാത്തതാണ്. പക്ഷെ എന്നാലും കാട്ടാനെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വികാരമല്ലേ. പക്ഷെ അകലേന്ന് കാണാനുള്ള ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ, അടുത്തൊന്നും കാണാനുള്ള ഇഷ്ടമില്ല. ഒരു 5 മിനിറ്റ് നമ്മളിവിടെ നിർത്തിയിട്ട് ഒന്ന് നിവർന്നും കാര്യങ്ങളൊക്കെ നിന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്കുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ നിർത്തണം എന്ന് വിചാരിക്കും, പക്ഷെ ടൈം കിട്ടാറില്ല. അതായത് നട്ടപാതിരിക്കൊക്കെയോ നമ്മൾ പാസ് ചെയ്ത് പോവുക. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ നിർത്താണ് കേട്ടോ. സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ചെന്നേക്കണത്. അപ്പോൾ നമ്മുടെ അവിടെ ഇഷ്ടം പോലെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളവിടുന്ന് മേടിച്ചത് സ്പാനിഷ് ഡിലൈറ്റാണ്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ട്രൈ ചെയ്തപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. രാത്രി കുറച്ചായിട്ടുണ്ട്, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നൊന്നും. അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കാണ്ട് പോകുന്ന യാത്രകളാണ് അടിപൊളിയാവണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എല്ലാം ശുഭകരമായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, കുളിക്കണം, കിടക്കണം. നാളെ തൊട്ട് ഒന്നേന്ന് പറഞ്ഞ് ഓട്ടവും ചാട്ടവും എല്ലാം തുടങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.